ഹലോ നമസ്കാരം. ആഹാ റേഡിയോയിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് വസീർ റഹ്മാനാണ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് ഇപ്പം ഒരു രാജ്യത്ത് വരിക, അല്ലെങ്കിൽ അവിടെ ഒരു സിറ്റിസൺഷിപ്പ് ആകുക, അല്ലെങ്കിൽ PR ആകുക എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ഇവിടെ എൻ്റെ കൂടെയുള്ള വസീർ റഹ്മാൻ ഇന്ന് കനേഡിയൻ ഫോഴ്സിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടെ? ഞാനിവിടെ 2012 വന്നത്. ഒരു സ്റ്റുഡൻ്റായിട്ടാണ് വന്നിട്ട് എൻ്റെ വാപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പോലീസ് ഓഫീസർ ആവണം എന്നുള്ളത്. എനിക്കറിയില്ലല്ലോ ഇവിടുത്തെ ജസ്റ്റിസ് സിസ്റ്റവും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ PR കിട്ടിയതിന് ശേഷം ഞാൻ വീണ്ടും കോളേജിൽ പോയി പോലീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ 2-year പ്രോഗ്രാം എടുത്തു. അതിലൂടെ ഇവിടുത്തെ ജസ്റ്റിസ് സിസ്റ്റവും പോലീസിങ്ങിനെ പറ്റിയുള്ളൊരു ബേസിക് കിട്ടി. അതിന് ശേഷമാണ് ഞാൻ പോലീസിൽ അപ്ലൈ ചെയ്യണത്. അപ്പം വാപ്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, അതെനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു 2.5 years നല്ല കഷ്ടപ്പാടിന് വന്നു. ഈ ഒരു ഫീൽഡിൽ കയറാൻ വേണ്ടി കുറച്ച് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ കോളേജിൽ പോയി പഠിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ ഇവിടുത്തെ ലോൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ ആ ഒരു ഡെഡിക്കേഷൻ കൊടുത്തിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇതിൻ്റെ ഈ പോലീസിംഗ് കരിയർ വേണമെന്ന് തീരുമാനിച്ചാണോ ഇവിടെ ശരിക്കും കാനഡയിൽ വന്നത്? കാനഡയിൽ വരുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബിസിനസ് അക്കൗണ്ടിങ് ആയിരുന്നു ഫസ്റ്റത്തെ പ്രോഗ്രാം. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അതും ഞാനായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ടു ബി ഓണസ്റ്റ്, ഞാൻ PR കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു സ്റ്റേജിലായിരുന്നു ഇങ്ങനൊരു ഇത് വന്നത്. ഇപ്പോൾ വാപ്പയുടെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? എനിക്കൊന്നും താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ വാപ്പ സുരേഷ് ഗോപിയുടെ പടങ്ങൾ ഒരുപാട് കാണിക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ആ ഒരു ഇത് മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാ. ഓക്കെ. ശരിക്കും ഈ പോലീസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PR ആണോ? ഞാൻ PR ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല. +2 കഴിഞ്ഞാലും അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു വേറെ പ്രോഗ്രാം, ഈ പോലീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതൊരു 2-year ഡിപ്ലോമ കോഴ്സാണ്. അത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ഒരു പോലീസിങ്ങിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം? ആർക്ക് വേണമെങ്കിലും ചെയ്യാം, as long as you are a permanent resident of Canada. ഓക്കെ. നമ്മുടെ ഈ പോലീസ് ഫോഴ്സിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ I've been with South Simcoe for the last 8 years. അപ്പം ഞാൻ കയറിയ സമയത്ത് ഉണ്ടായിരുന്ന പ്രോസസ്സ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ കയറുന്ന സമയത്ത് ഒരു ATS എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് സർവീസ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അതിലൂടെ അവരുടെ പ്രോസസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റാണ് അപ്ലൈ ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്. OACP സർട്ടിഫിക്കറ്റ് എന്ന് അതിനെ പറയാം, ഒണ്ടാരിയോ അസോസിയേഷൻ ഓഫ് ചീഫ്സ് ഓഫ് പോലീസ്. ആ സർട്ടിഫിക്കേഷൻ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ പോകേണ്ട കാര്യമില്ല, നമുക്ക് ഓൺലൈനിൽ കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു OACP സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാം. എല്ലാ പോലീസ് സർവീസിനും അവരുടേതായ ആപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷേ ഇൻ ഓർഡർ ടു അപ്ലൈ ടു ദോസ് പോലീസ് സർവീസസ് യു നീഡ് ടു ഹാവ് ദിസ് OACP സർട്ടിഫിക്കറ്റ്. ഓക്കെ. ഈ ഇത്രയും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സ് ആയിരിക്കുമല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു എത്ര ടൈം എടുക്കും? നമ്മൾ വൺസ് അപ്ലൈ ചെയ്ത് നമ്മുടെ ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു കാലഘട്ടം എത്ര ടൈം ഉണ്ടാവും, ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദി ആപ്ലിക്കേഷൻ ഐ വുഡ് സേ. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം PR കിട്ടി, പോലീസ് ആവാൻ പ്ലാൻ ഉണ്ട്, റെഡിയായി, അങ്ങനെ OACP സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തെന്ന് വെച്ചോ. OACP സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യും വിച്ച് പോലീസ് സർവീസ് യു വാണ്ട് അപ്ലൈ ടു, റൈറ്റ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൊറൻഡോ പോലീസിൽ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം അവർ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിങ് ഉണ്ട്. നിങ്ങളുടെ റെസ്യൂമെ ആൻഡ് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സ്ക്രീൻ ചെയ്യും. അതിനുശേഷം ലോക്കൽ ഫോക്കസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ എസെൻഷ്യൽ കോമ്പറ്റൻസീസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ഉണ്ട്. അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ പോകുന്നത്. നിങ്ങളുടെ ഫയലിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേറ്റർ അസൈൻ ചെയ്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേറ്റർ കംപ്ലീറ്റ് ഹിസ്റ്ററി അങ്ങോട്ട് പഠിക്കുക. അതിൽ നിങ്ങളുടെ MTO റെക്കോർഡ്സ്, നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററീസ് ഉണ്ടോ. ഈവൺ ഐ ബിലീവ് എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്ത സമയത്ത് ബാക്ക് ഹോം ഇന്ത്യയിൽ പോലും അന്വേഷിച്ചിരുന്നു നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാലിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി. ആ ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേറ്റർ A to Z നമ്മൾ ബേസിക്കലി ഐ വുഡ് സേ +2 കഴിഞ്ഞ് എന്തൊക്കെ ചെയ്തു അതൊക്കെ അങ്ങോട്ട് പഠിക്കും. പഠിച്ചിട്ട് അവരൊരു ഹോം ഇൻ്റർവ്യൂ നടത്തും. നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കും. അവർ ഓൾറെഡി അറിയണ കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ പോണത്, നമ്മളെങ്ങനെ ആൻസർ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി. അതിൽ
ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു ഫയല് സർവീസിന് കൈമാറും. ഇതാണ് എൻ്റെ കണ്ടുപിടുത്തങ്ങൾ. ഓക്കെ. എന്നിട്ട് സർവീസ് തീരുമാനിക്കും വെദർ വി ഷുഡ് ഹയർ ദിസ് ഗായ് ഓർ നോട്ട്. ഓക്കെ. ഈ ഒരു എൻ്റയർ പ്രോസസ്സിൽ ശരിക്കും ഏറ്റവും ടഫായിട്ടുള്ളൊരു പോർഷൻ ഏതായിരിക്കും? എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ECI എസെൻഷ്യൽ കോമ്പറ്റൻസീസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ പ്രോസസ്സായിരുന്നു. കാരണം ഞാൻ അപ്ലൈ ചെയ്യണ സമയത്ത് എനിക്കൊരു 6 years ഓഫ് കനേഡിയൻ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 6 yearsൽ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ I would say it was not enough life experience that I had at the time. അപ്പോൾ എനിക്ക് ഒരുപാട് ഈ എസെൻഷ്യൽ കോമ്പറ്റൻസീസിൽ നമ്മൾ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ മറ്റേ ഈ ഇൻ്റർവ്യൂവിൽ പറയണം. അതിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെൽ മീ അബൌട്ട് എ ടൈം യു ഹാഡ് ടു ഡീൽ വിത്ത് എ ക്രൈസിസ് അറ്റ് വർക്ക്. അതുപോലെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഓരോ കോമ്പറ്റൻസീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ആ കോമ്പറ്റൻസീസ് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് എന്താ പറയുക, റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തിട്ട് ഈ ഒരു കോമ്പറ്റൻസീസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉത്തരം കൊടുക്കാൻ വേണ്ടി. അത് എന്ത് ഉത്തരം കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ആർട്ടിക്കുലേഷൻ സ്കില്ലുണ്ടല്ലോ, അതാണ് അവിടെ നോക്കുന്നത്. നമ്മൾ എങ്ങനെ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണതല്ലേ. ആ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ കോടതിയിൽ പോയിട്ട് നമ്മൾ വാദിക്കുന്ന ഒരു ഇതുണ്ട്, സ്കില്ലുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു ജോലിയിൽ. കാരണം ആർക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡിഫൻസ് കൗൺസിൽ നമ്മളെ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും ഫോൾട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. അല്ലാതെ അയാളുടെ ക്ലയൻറ്റ്, അതായത് അവരുടെ ക്ലയൻറ്റ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വാദിക്കുക. നമ്മൾ ചെയ്ത എന്തെങ്കിലും ഫോൾട്ട് നോക്കിയിട്ട് അതിനെ പറ്റിയിട്ടായിരിക്കും വാദം വരിക. അപ്പം വി ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദാറ്റ്, ആർട്ടിക്കുലേറ്റ് ദാറ്റ്, ദിസ് ഈസ് വൈ ഐ ഡിഡ് ഇറ്റ് ദിസ് വൈ. ആ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ആ റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ആ ഒരു കോമ്പറ്റൻസി ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഉത്തരം കൊടുക്കണം. അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, ബട്ട് ഇഫ് യു പ്രാക്ടീസ് ഇറ്റ് യു ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ. നമ്മൾ ഈ പോലീസ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ നാട്ടിലാണല്ലോ. ഇപ്പോൾ നമ്മൾ CD മൂസിൽ കാണുന്നത് ചെന്ന് നിൽക്കുന്നു, ചെസ്റ്റ് അളവെടുക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇന്ത്യയിലുള്ള പോലെ അല്ല ഇവിടുത്തെ സെലക്ഷൻ പ്രോസസ്സ്. ഇവിടെ പിൻ ടെസ്റ്റ് ഉണ്ട്, പ്രപ്പ് ടെസ്റ്റ് ഉണ്ട്. ബട്ട് അതൊക്കെ ഒരു ബേസിക് ഫിറ്റ്നസ് ചലഞ്ചസ് ഒക്കെയാണ്. അതിൽ ഓട്ടം ഉണ്ടാവും, ചാട്ടം ഉണ്ടാവും, ഒക്കെ ഉണ്ട്. ഓക്കെ. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഇത് കാണുന്ന എല്ലാ മലയാളികൾക്കും നമ്മുടെ ഈ ഒരു കാറ്റഗറി ഏജിലുള്ള ആൾക്കാരായിരിക്കും ഇവിടുത്തെ ഒരു മജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഈ ഒരു വേഷവും ഈ തൂക്കമൊക്കെ ആയിട്ട് നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒക്കെ എനിക്കും ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് യുവാക്കളുണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ അവർ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്? ഒന്നും എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരു ബേസും ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. എനിക്ക് ഇവിടുത്തെ ജസ്റ്റിസ് സിസ്റ്റത്തിനെ പറ്റി ഒരു നോളജ് ഉണ്ടായിരുന്നില്ല, പോലീസിങ്ങിനെ പറ്റി ഒരു നോളജ് ഇല്ലാണ്ട്, ഈവൺ ഇന്ത്യയിൽ പോലും എനിക്ക് വലിയൊരു ലോ ആൻഡ് ഓർഡർ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിവിടെ 20 years വന്നതല്ലേ. അപ്പം ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ഹാവ് ദാറ്റ് പാഷൻ ടു ബിക്കം എ പോലീസർ. നമുക്കത് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ നമ്മുടെ ഉള്ളിൽ. ഓക്കെ, ഇതാണ് എനിക്ക് ലൈഫിൽ ചെയ്യേണ്ടത്. ഐ വോണ്ട് ടു സെർവ്, ഐ വോണ്ട് ടു ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ബേസിക്സ് പഠിക്കുക. എന്നാലും പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് പഠിക്കുക. ഒരുപാട് കമ്മ്യൂണിറ്റി കോളേജസിൽ ഇതിൻ്റെ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. ഈ പോലീസ് ഫൗണ്ടേഷൻ പോലത്തെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പോലീസ് ഫൗണ്ടേഷൻ 2 years ആണ്. പിന്നെ കുറേ ക്രാഷ് കോഴ്സുകളുണ്ട് 6 months, അതൊക്കെ ചെയ്യാം. ഇനി ഒന്നും ചെയ്യാതെ കയറി ഒരുപാട് ഓഫീസേഴ്സ് മലയാളികളുടെ ഇടയിൽ തന്നെ ഒരു പ്രോഗ്രാമും ചെയ്യാണ്ട് അപ്ലൈ ചെയ്ത് പോലീസായ ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പം നമ്മുടെ ബാക്കിൽ പോലീസ് വന്നു, നമ്മൾ പുൾ ഓവർ ചെയ്യുന്നു, നമ്മുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളായി കഴിഞ്ഞു. അപ്പം ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ആസ് എ ഡ്രൈവർ ഓർ ദി രജിസ്റ്റേർഡ് ഓണർ, നമ്മുടെ 3 ഡോക്യുമെൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ്, വെഹിക്കിൾസ് ഓണർഷിപ്പ് ആൻഡ് യുവർ ഇൻഷുറൻസ് സ്ലിപ്പ്. ഈ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറയുന്നത് യു ഹാവ് ടു ഹാവ് എ ഫിസിക്കൽ കോപ്പി ഓഫ് ദ ലൈസൻസ് വിത്ത് യു. അത് ഒറിജിനൽ ലൈസൻസ് തന്നെയാണ്. കാരണം ഒരുപാട് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഔട്ട് ദെയർ, റൈറ്റ്? ബാക്കിയെല്ലാം നമുക്ക് ഡിജിറ്റൽ കാണിക്കാം, ട്രൂ കോപ്പി കാണിക്കാം. ബട്ട് ഡ്രൈവേഴ്സ് ലൈസൻസ് യു ഹാവ് ടു ഹാവ് ഒറിജിനൽ. എനിക്ക് ഒരുപാട് ആൾക്കാരെ ഞാൻ നിർത്തുമ്പം, എസ്പെഷ്യലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു റെസ്പോണ്ടാണ്, ഐ ഹാവ് എ 4 of the license, is that enough? No, it's not. $110 ടിക്കറ്റാണ് അതിന്. ഓക്കെ.
ഡ്രൈവേഴ്സ് ലൈസൻസ് ഒറിജിനൽ തന്നെ വേണം. ബട്ട് യു കൻ സബ്മിറ്റ് എ ട്രൂ കോപ്പി ഓഫ് യുവർ പെർമിറ്റ്. പെർമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണർഷിപ്പ് ഉണ്ടല്ലോ, സർവീസ് ഓൺ ടൈറ്റിലും കിട്ടുന്ന ഒരു ഗ്രീൻ സ്ലിപ്പ്, അതിന് 2 പോർഷൻ ഉണ്ട്. ഒന്ന് വെഹിക്കിൾ പോർഷൻ, ഒന്ന് പെർമിറ്റ് പോർഷൻ, പ്ലേറ്റ് പോർഷൻ. ആ 2 പോർഷനും വേണം. ഇഫ് യു ഡോണ്ട് ഹാവ് ഈദർ വൺ, ദാറ്റ്സ് സബ്ജക്ട് ടു എ ടിക്കറ്റ്. സിഗ്നേച്ചറും വേണം, അതിന് സിഗ്നേച്ചർ വേണം. അത് ട്രൂ കോപ്പി ആയാലും മതി, അത് ഒറിജിനൽ തന്നെ വേണമെന്നില്ല. പിന്നെ ഇൻഷുറൻസ് കാർഡ് എന്ന് പറയുന്നത് മുമ്പൊക്കെ നമ്മൾ ഫിസിക്കൽ കാർഡ് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അത് ഡിജിറ്റൽ ആയാലും ഓക്കെയാണ്. as long as you have some sort of proof of insurance which is valid, അതിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതും വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, എൻ്റെ പുറകിൽ പോലീസ് വണ്ടി വരുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ കംപ്ലീറ്റ് വണ്ടി ഡേറ്റ സിസ്റ്റം കാറിനകത്ത് ഡേറ്റ എടുക്കാനായിട്ട് പറ്റുമോ? Most of the time, I can't say for sure about every other officers, but ഞാൻ ഒരാൾ പുൾ ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ MTO ഡാറ്റ ഞാൻ നോക്കിയിട്ട് വെരിഫൈ ചെയ്ത്, കാരണം അതൊരു സേഫ്റ്റി റീസണും കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ. കാരണം നമുക്ക് അറിയണമല്ലോ ആ പേഴ്സൺ എങ്ങനെയുള്ള ഒരാളാണെന്നുള്ളത്. ഞാൻ മൊത്തത്തിൽ ഡീറ്റെയിൽസ് എടുത്തിട്ടായിരിക്കും ഞാൻ പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. One of the questions that we normally ask was, have you ever been pulled over before? ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതെന്തിനാണ് ചോദിക്കണത്? കാരണം ചില ആൾക്കാർ കളവ് പറയും. നമ്മൾക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്, പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കും. 3 വർഷത്തിന് മുമ്പ് കിട്ടിയിട്ടുള്ള ടിക്കറ്റുകളൊക്കെ അത് ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. ആസ് എ പോലീസ് ഓഫീസർ നമുക്ക് നിങ്ങൾ ഫസ്റ്റ് ലൈസൻസ് കിട്ടിയത് മുതൽ എന്തൊക്കെ നടന്നു, നിങ്ങളുടെ അഡ്രസ് ചേഞ്ച്, ലൈസൻസ് ക്ലാസ് ചേഞ്ച്, പിന്നെ അതുപോലെ തന്നെ കിട്ടിയ ടിക്കറ്റുകൾ A to Z നമുക്ക് കാണാൻ പറ്റും. So if you had a ticket back in 1980, I should be able to see that. Okay. So if somebody is asking you, have you ever been pulled over before, just answer honestly. സത്യം എന്താണെന്ന് പറയാം. അത് 3 വർഷം മുമ്പ് കിട്ടിയ അപ്പോൾ ഓഫീസർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇത് ഫസ്റ്റാണ്, ഇത് നമ്മുടെ ടിക്കറ്റിൽ നിന്ന് ഒഴിവാൻ വേണ്ടി ചില ആൾക്കാർ പറയുമല്ലോ. I had a case where എൻ്റെ അടുത്ത് ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വർക്കണത്, അതൊക്കെ പറഞ്ഞു. നോക്കുമ്പോഴത്തേക്ക് 27 കൺവിക്ഷൻസ്. പക്ഷേ പുള്ളിക്കാരത്തിയുടെ ലാസ്റ്റ് ടിക്കറ്റ് 3 വർഷം മുമ്പുള്ളതായിരുന്നു. അപ്പോൾ അത് അറിയില്ല, അത് പുള്ളിക്കാർ വിചാരിച്ചെന്താ, ഓക്കെ 3 വർഷം വരെ ഞാൻ ക്ലീൻ ആയിരുന്നല്ലോ, അപ്പോൾ എൻ്റെ ബാക്കിയുള്ളതൊക്കെ കൂടി എറേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോ. ഓക്കെ. സോ എപ്പോഴും ഓണസ്റ്റ് ആയിട്ട് ആൻസർ പറയുക. പിന്നെ ബി പൊലൈറ്റ്, ബി റെസ്പെക്ട്ഫുൾ. ചില ആൾക്കാർ നമ്മൾ കാണാം, നമ്മളെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ദേഷ്യമാണ് നമ്മുടെ അടുത്ത്. നമ്മൾ അവരുടെ ദിവസം കൊളാക്കാൻ പോകുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യും. ജസ്റ്റ് ബി റെസ്പെക്ട്ഫുൾ. നമ്മളൊരു റീസൺ ഉണ്ടായത് കൊണ്ടാണല്ലോ പുൾ ഓവർ ചെയ്തത്. ഒരു ഓഫീസറും വെറുതെ ഒരു കാറിന് പുൾ ഓവർ ചെയ്യില്ല. there has to be a reason for it, right? അപ്പോൾ ഡോക്യുമെന്റ്സ് എടുത്ത് വെക്കുക, ബി റെഡി ആൻഡ് ബി റെസ്പെക്ട്ഫുൾ ആൻഡ് ബി പൊലൈറ്റ്. ഓക്കെ. ഒരു പോലീസ് കാറിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? ഞാനിപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ യൂണിറ്റ് വ്യത്യാസമുണ്ട്. ഞാനിപ്പം വർക്ക് ചെയ്യണത് ട്രാഫിക് ആൻഡ് മെറീൻ യൂണിറ്റ് ആണ്. അപ്പോൾ എൻ്റെ സമ്മറിൽ ഞാൻ വെള്ളത്തിലായിരിക്കും, വെള്ളം മീൻസ് ഞാൻ നമ്മുടെ ലേക്കിലായിരിക്കും. അപ്പോൾ എൻ്റെ വണ്ടി എന്ന് പറയുന്നത് അൺമാർക്ക്ഡ് പോലീസ്, നമ്മളിൽ പോലീസ് എന്ന് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വണ്ടീൻ്റെ ഉള്ളിലുള്ളത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, പിന്നെ ഒരു ALPR സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, ഓട്ടോമേറ്റഡ് ലൈസൻസ് പ്ലേറ്റ് റീഡർ. ഓരോ സെക്കൻഡിലും നമുക്ക് 2 ലൈസൻസ് പ്ലേറ്റുകൾ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പലരും ചോദിക്കുന്ന ചോദ്യം, എങ്ങനെ എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ എൻ്റെ പ്ലേറ്റ് റൺ ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. അതിനുള്ള നമ്മൾ റൺ ചെയ്തിട്ടില്ല. The ALPR showed me that your plate has been expired since whatever the date, right? അതുപോലെ സസ്പെൻഡഡ് ഡ്രൈവേഴ്സ് ആണെങ്കിലും സ്റ്റോളൻ വെഹിക്കിൾസ് ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ആ ALPR സിസ്റ്റം വഴി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പുൾ ഓവർ ചെയ്യുക. അതാണ് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് വണ്ടിൻ്റെ ഉള്ളിലുള്ള സാധനം. പിന്നെ നോർമൽ കമ്പ്യൂട്ടർ ഉണ്ട്, നമ്മുടെ റേഡിയോ ഡിവൈസസ് ഉണ്ട്, മെയിനായിട്ട് ALPR ഉണ്ട്, പിന്നെ ആൻറ്റനസ് ഉണ്ട്. പിന്നെ എൻ്റെ വണ്ടിയിൽ സ്പെഷ്യലി മൂവിങ് റേഡാർ ഉണ്ട്. മൂവിങ് റേഡാർ മീൻസ് when I'm driving, I can track your car, the cars in front of me, cars behind me, cars coming towards me, and cars going away from me. Okay. എനിക്ക് എല്ലാ കാറിൻ്റെ സ്പീഡും ട്രാക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ Because one of the questions we normally get, how did you know how fast I was going? Because you were driving towards me. You weren't stationed. നിങ്ങൾ നോർമലി കാണുന്ന എന്താണ്, ഒരു ഓഫീസർ റേഡാർ ഗണ്ണും പിടിച്ച് നിൽക്കണല്ലേ കാണാൻ പറ്റുക. ഇത് നമുക്ക് മൂവിങ് റേഡാർ എന്നാണ് അതിന് പറയാം. ആ മൂവിങ് റേഡാറിൽ നമുക്ക് സ്പീഡ് ട്രാക്ക് ചെയ്യാൻ പറ്റും, സ്പീഡ് ലോക്ക് ചെയ്യാൻ പറ്റും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ലൈക്ക് ടു ഷോ ദി ഡ്രൈവർ, okay, this is the speed I locked you at and this is why I pulled you over. ഓക്കെ. ഇപ്പോൾ ഞാൻ വന്നിട്ട് കാനഡയിൽ കുറച്ചേ ആയിട്ടുള്ളൂ, പക്ഷേ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഒരു ബ്ലൂ കളർ നമ്പർ പ്ലേറ്റ് ഉള്ളവരെ പോലീസിന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം കേൾക്കുന്നുണ്ട്. ബ്ലൂ കളർ ലൈസൻസ് പ്ലേറ്റ് ഉള്ള സമയത്ത് പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ ALPR എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറക്ക് ലൈസൻസ് പ്ലേറ്റ് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ആ ഒരു പ്രശ്നം അധികം കാണുന്നില്ല. കാരണം ആ ബ്ലൂ പ്ലേറ്റ് എന്ന് പറയുന്നത് റീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, ലൈറ്റ് പോണ സമയത്ത് എസ്പെഷ്യലി ഈവനിങ് നൈറ്റ് ടൈംസിൽ റീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഓബ്വിയസ്ലി അവർ റിമൂവ് ചെയ്തു. പിന്നെ അതിനുശേഷം എനിക്ക് വലിയൊരു ഇഷ്യൂ തോന്നിയിട്ടില്ല. ഓക്കെ.